ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പ്ലാനർ ഗ്രാഫിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ 5.2 സെക്ഷനിലെ ലാസ്റ്റ് 3 കൊറോളറീസ് ആണ്. അതായത് കൊറോളറി 5.7 മുതൽ 5.9 വരെയുള്ള കൊറോളറീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കൊറോളറി 5.7 പറയുന്നത് നോക്കാം. നമ്മുടെ ഗ്രാഫ് ഒരു സിമ്പിൾ പ്ലാനർ ഗ്രാഫാണ്. സിമ്പിളാണ്, അതായത് ലൂപ്സും പാരലൽ എഡ്ജസും ഇല്ല, അതുപോലെ പ്ലാനറുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൽ 5ഓ അതിൽ താഴെയോ ഡിഗ്രിയുള്ള ഒരു വെർട്ടെക്സ് എങ്കിലും കാണും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഞാൻ ആദ്യം സപ്പോസ് ജി ഹാസ് എൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്രാഫിലെ വേർട്ടിസസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. n ഈക്വൽ ടു 0, സോറി n 0 നോട്ട് പോസിബിൾ ആണ് അല്ലേ. സോ അപ്പം n ഈക്വൽ ടു 1, 0 അല്ല 1 ആണ്. അതായത് ഗ്രാഫിനകത്ത് ഒറ്റ ഒരു വേർട്ടെക്സ് മാത്രമേ കാണത്തുള്ളൂ. ഇതായിരിക്കും അല്ലെ ഗ്രാഫ് നമ്മുടെ. ഇതിനകത്ത് എഡ്ജ് എന്തെങ്കിലും കാണുമോ? ഇല്ല. എഡ്ജ് കാണണമെങ്കിൽ അത് ലൂപ്പേ പറ്റത്തുള്ളൂ. പക്ഷെ ലൂപ്പ് പറ്റില്ല, കാരണം ജി സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെർട്ടെക്സിനെ ഞാൻ വി എന്ന് പേര് കൊടുക്കുവാണെങ്കിൽ ഈ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ, കാരണം എഡ്ജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മുടെ തിയറം ഓക്കെ ആയല്ലോ. നമ്മുടെ തിയറം കൊറോളറി എന്താണ് പറയുന്നത്? 5ഓ അതിൽ താഴെയോ ഡിഗ്രി ഉള്ള ഒരു വെർട്ടെക്സ് എങ്കിലും കാണും. അപ്പോൾ ഇവിടെ നമ്മുടെ വെർട്ടെക്സിന്റെ ഡിഗ്രി 0 ആണ്. അപ്പം റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? n 1 ആവുമ്പോൾ. ഇനി വാട്ട് അബൌട്ട് ഇഫ് n ഈക്വൽ ടു 2? 2 വേർട്ടിസസ് ഉണ്ട്. 2 വേർട്ടിസസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു എഡ്ജേ അവർ തമ്മിൽ വരത്തുള്ളൂ അല്ലേ. കാരണം സിമ്പിൾ ഗ്രാഫാണ്, പാരലൽ എഡ്ജ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വേർട്ടിസസിന്റെ ഡിഗ്രി എന്താണ്? v1 എന്നും v2 എന്നും കൊടുക്കുവാണെങ്കിൽ ഡിഗ്രി ഓഫ് v1ഉം ഡിഗ്രി ഓഫ് v2 ഈക്വൽ ടു 1 വരത്തുള്ളൂ അല്ലേ. മാക്സിമം 1 ആണ്. ഈക്വൽ ടു 1 എന്നല്ല, ആക്ച്വലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഡിഗ്രി ഓഫ് v1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് v2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതുപോലെ ഡിഗ്രി ഓഫ് v2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ഇവിടെയും നമ്മുടെ റിസൾട്ട് ഓക്കെ ആണ്, കാരണം 5ഓ അതിൽ താഴെയോ ഡിഗ്രി ഉള്ള, അപ്പൊ ഇവിടെ 1ഓ അതിൽ താഴെയോ 1ഓ അല്ലെങ്കിൽ 0യോ ഡിഗ്രി ഉള്ള ഒരു വേർട്ടെക്സ് ഉണ്ടെന്ന് കിട്ടിയില്ലേ നമുക്ക്. ആക്ച്വലി 2 വേർട്ടിസസ് ഉണ്ട്, നമുക്ക് ഒരു വേർട്ടെക്സ് മതി ഉണ്ടെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെയും നമ്മുടെ തിയറം ഓക്കെ ആയി. ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുവാണ്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഈ കേസിൽ നമ്മുടെ തിയറം പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? there exists at least one vertex whose degree is less than or equal to 5 അല്ലേ, for some v in v of g. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കോൺട്രി ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്. അസ്യൂം ടു ദ കോൺട്രി ദാറ്റ്, എന്താണ് കോൺട്രി? 5ഓ അതിൽ താഴെയോ ഡിഗ്രി ഉള്ള ഒരു വേർട്ടെക്സ് പോലും ഇല്ല. അതായത് എല്ലാ വേർട്ടിസസിന്റെയും ഡിഗ്രി എന്താണ്? ഡിഗ്രി ഓഫ് ഓൾ വേർട്ടിസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഇതാണ് അതിന്റെ കോൺട്രി ഫോർ ഓൾ വേർട്ടിസസ് ഇൻ വി ഓഫ് ജി. ഓക്കെ, കോൺട്രി ഞാൻ അസ്യൂം ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സം ഓഫ് ഡിഗ്രീസ് എടുക്കുവാണ്. സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വേർട്ടിസസ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് എന്തിനോട് ഈക്വൽ ആണ്? 2e ഈക്വൽ ആണ് ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറിയിൽ. ഇനി നമ്മൾ ഇപ്പം ചെയ്തത് വെച്ച് ഓരോ വേർട്ടിസസിന്റെയും ഡിഗ്രി കുറഞ്ഞത് 6 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു n എന്ന് പറഞ്ഞൂടെ? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് അല്ലേ. അപ്പോൾ ഓരോ വെർട്ടെക്സിന്റെ ഡിഗ്രി കുറഞ്ഞത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ 2 വെർട്ടിസസിന്റെ ഡിഗ്രി കുറഞ്ഞത് എത്ര വരും? 6 ഇൻറ്റു 2 12 വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ 10 വെർട്ടിസസിന്റെ ഡിഗ്രി കുറഞ്ഞത് എത്ര വരും? 6 ഇൻറ്റു 10 വരും. അങ്ങനെയാണെങ്കിൽ n വെർട്ടിസസിന്റെ ഡിഗ്രി സം എന്ന് പറഞ്ഞത് കുറഞ്ഞത് 6n ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അതായത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്
2e greater than or equal to 6n എന്നാണ്, or n ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3n എന്ന് വരും അല്ലേ, ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3n. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ ചെയ്തത് ബൈ തിയറം 5.6 ഒരു പ്ലാനാർ ഗ്രാഫിൻ്റെ ഡിഗ്രി ഒരു പ്ലാനാർ ഗ്രാഫിൻ്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 എന്നാണ് നമ്മൾ ചെയ്തത്, പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാനാർ ഗ്രാഫിന് മാക്സിമം വരാവുന്ന എഡ്ജസിന്റെ എണ്ണം 3 times നമ്പർ ഓഫ് വെർട്ടിസസ് -6 ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ കിട്ടിയത് എന്താണ്, നമ്പർ ഓഫ് എഡ്ജസ് 3n അതിൽ കൂടുതലോ ആണെന്നാണ് കിട്ടിയത് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കിക്കേ, രണ്ട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പം ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു ദ തിയറം. ഓക്കെ, ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3n പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആയിരിക്കും. സോ അപ്പോൾ നമ്മുടെ അസംഷൻ കൗണ്ടറി നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വന്നത്. നമ്മുടെ കൗണ്ടറി തെറ്റാണ്, അതായത് നമ്മുടെ തിയറം ശരിയാണ്. ഓക്കെ, ഇതാണ് കൊറോളറി 5.7 പറയുന്നത്. ഇനി കൊറോളറി 5.8 നോക്കാം നമുക്ക്. K5 ഈസ് നോൺ പ്ലാനർ. ഓൾറെഡി നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ്, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് പ്രൂഫാണ്. അതായത് തിയറം 5.6 യൂസ് ചെയ്ത് എളുപ്പത്തിൽ K5 നോൺ പ്ലാനർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. K5 എന്ന് പറയുമ്പം നമ്പർ ഓഫ് വെർട്ടിസസ് എത്ര എണ്ണം ഉണ്ട്, 5 ആണ് അല്ലേ. ഇനി നമ്പർ ഓഫ് എഡ്ജസ് എത്ര ഉണ്ട്, K5ന്റെ നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. Knന്റെ നമ്പർ ഓഫ് എഡ്ജസ് എത്ര എണ്ണമാണ്, n × n - 1/2. n എന്താണ്, നമ്പർ ഓഫ് വെർട്ടിസസ്. സോ അപ്പം ഇവിടെ n 5 ആണ്. സോ 5 × 5 - 1 4/2. ഓക്കെ, ദാറ്റ് ഈസ് 10 ആണ്. Therefore 3n - 6 എത്രയാണ്, അപ്പം ഈ നമുക്ക് കിട്ടി 10 ആണ്. ഇനി 3n - 6 കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 3 × n 5 - 6 15 - 6 ദാറ്റ് ഇസ് 9 ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് റിസൾട്ടുകളും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാം, ഇ ആണോ 3n - 6 ആണോ വലുത്. 3n - 6 ചെറുതും ഈ വലുതുമാണ് അല്ലെ. സോ ഈ ഗ്രേറ്റർ ദാൻ 3n - 6 എന്നല്ല കിട്ടിയത്. പക്ഷെ നമ്മുടെ തിയറം 5.6 എന്താ പറയുന്നത്, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 എന്നാണ് നമ്മുടെ തിയറം പറയുന്നത് അല്ലേ. സോ അപ്പം ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് കോൺട്രഡിക്ഷൻ ടു ദ തിയറം ആണ്. സോ കോൺട്രഡിക്ഷൻ ടു ദ തിയറം എന്നല്ല പറയേണ്ടത്, നമ്മുടെ തിയറം നമ്മളുടെ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്ലാനർ ഗ്രാഫ് ആണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് 3n - 6 അതിൽ താഴെയോ ആയിരിക്കും. പക്ഷെ നമുക്കിപ്പം K5ന്റെ കേസിൽ നമ്പർ ഓഫ് എഡ്ജസ് 3n - 6 കൂടുതലാണ്. ദാറ്റ് മീൻസ് G കനോട്ട് ബി പ്ലാനർ. ദാറ്റ് മീൻസ് K3 അല്ലെ, K5 അല്ലേ, നമ്മുടെ ഗ്രാഫ് K5 അല്ലേ, K5 നോൺ പ്ലാനർ ആണ്. എന്താണ് ഒന്നുകൂടെ പറയാം, നമുക്കിപ്പം കിട്ടിയത് K5ന്റെ ഡീറ്റെയിൽസ് നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് വെർട്ടിസസും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഗ്രേറ്റർ ദാൻ 3n - 6 ആണ്. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാനർ ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആണ്. അപ്പൊ 3n - 6 കൂടുതലാണ് നമ്പർ ഓഫ് എഡ്ജസ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഗ്രാഫ് പ്ലാനർ അല്ല എന്ന് പറയാം. ദാറ്റ് മീൻസ് ഹിയർ K5 ഈസ് നോൺ പ്ലാനർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തിയറത്തിലോട്ട് പോവാം. നെക്സ്റ്റ് കൊറോളറി 5.9. K33 is non-planar.
മറ്റേ പ്രൂഫിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ് ഈ പ്രൂഫ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് പ്രൂഫാണ് ഇവിടെ പറയുന്നത്. K33 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണല്ലോ അല്ലേ? ഇതൊരു ബൈപാർട്ടൈറ്റ് ഗ്രാഫാണ്. സോ അപ്പം നമ്മൾ ഒരു ബൈപാർട്ടൈറ്റ് ഗ്രാഫിന്റെ ക്യാരക്ടറൈസേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? എ ഗ്രാഫ് ഈസ് ബൈപാർട്ടൈറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ ഓഡ് സൈക്കിൾസ് അല്ലേ? അപ്പൊ ആ റിസൾട്ട്, ആ തിയറം യൂസ് ചെയ്ത് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ ഓഡ് സൈക്കിൾസ്. സൈക്കിളിന്റെ ലെങ്ത് ഓഡ് നമ്പർ ലെങ്ത് ആയിട്ടുള്ള സൈക്കിൾ ഇല്ല ഗ്രാഫിൽ. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് പറയാം ഇൻ പർട്ടിക്കുലർ K33 has no cycle of length 3. No cycle of length 3. അതായത് 3 ലെങ്ത് വരുന്ന, 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ അല്ലേ? സോ 3 ലെങ്ത് വരുന്ന സൈക്കിൾ K33 എന്തായാലും ഇല്ല. ഓക്കെ, അതായത് K33 ഒരു സപ്പോസ് K33 പ്ലാനർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ K33 നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള K33 നോൺ പ്ലാനർ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ട. അപ്പൊ നമ്മൾ കോൺട്രി അസ്യൂം ചെയ്തു. ഇവിടെ നമ്മൾ കോൺട്രി അസ്യൂം ചെയ്തു. K33 പ്ലാനർ ആണെന്ന് വിചാരിക്കുക. പ്ലാനർ ഗ്രാഫിന് ഫേസസ് ഉണ്ടല്ലോ. സോ അപ്പം K33യുടെ ഏത് ഫേസ് എടുത്താലും നമുക്കിപ്പോൾ കിട്ടിയ ഒരു കാര്യം ഓർക്കുക. എന്താണ്? ലെങ്ത് 3 ഉള്ള സൈക്കിൾ K33 ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് K33 ഏതൊരു ഫേസ് എടുത്താലും ഡിഗ്രി ഓഫ് ദാറ്റ് ഫേസ്, ഫൈ എന്ന് പറയുന്നത് ഫേസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കുറഞ്ഞത് എത്രയാണെന്ന് പറയാം. കുറഞ്ഞത് എത്രയാണെന്ന് പറയാം? 4 ആണെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? ഡിഗ്രി 1 വരുന്നത് ഏത് ഫേസിനാ? ഈ ലൂപ്പ് ഇങ്ങനെ വന്നാല ലൂപ്പ് വരാൻ പറ്റുമോ? K33 സിമ്പിൾ ആണ്, ലൂപ്പ് വരാൻ പറ്റില്ല. അതുപോലെ ഡിഗ്രി 2 വരുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ആണ് ഡിഗ്രി 2 വരുന്ന ഫേസ്. ഇതും പറ്റില്ല, പാരലൽ എഡ്ജസ് പറ്റില്ല, സിമ്പിൾ ഗ്രാഫാണ് K33. പിന്നെ ഇനി പറ്റുന്നത് ഇതാണ് പറ്റുന്നത് അല്ലേ? ഇതൊരു ഫേസ് ആണ്. ഈ ഫേസിന്റെ ഡിഗ്രി എത്രയാണ്? എത്ര എഡ്ജസ് ആ ബൗണ്ടറിയിലുള്ളത്? 3 എഡ്ജസ് ആണ്. അപ്പൊ ഡിഗ്രി 3 ആണ്. ഈ ഫേസിന്റെ ഡിഗ്രി 3 ആണ്. പക്ഷെ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു വെച്ചേക്കുവാണ് ലെങ്ത് 3 ഉള്ള സൈക്കിൾ K33 ഇല്ല. അപ്പം ഇതും പറ്റില്ല, ഇത് 3 പറ്റില്ല. ഇനി അടുത്തത് എന്തായാലും ഒരു ഫേസ് എടുക്കുമ്പം കുറഞ്ഞത് അതിനകത്ത് 4 എഡ്ജെങ്കിലും വേണം എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം K33യുടെ ഏതൊരു ഫേസ് എടുത്താലും അതിനകത്ത് കുറഞ്ഞത് എത്ര എഡ്ജസ് കാണും? ബൗണ്ടറിയിൽ കുറഞ്ഞത് എത്ര എഡ്ജസ് കാണും? 4 എഡ്ജസ് എങ്കിലും ഉണ്ടായിരിക്കും. അതായത് ഡിഗ്രി ഓഫ് എനി ഫേസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഇവിടെ ഞാൻ ക്യാപിറ്റൽ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഫേസസ് ഓഫ് ദ ഗ്രാഫ് ആണ് കേട്ടോ. ക്യാപിറ്റൽ 5 ഇതാണ് ക്യാപിറ്റൽ 5. ഇതെന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫേസസ് ഓഫ് ഗ്രാഫ് ആണ് കേട്ടോ. സെറ്റ് ഓഫ് ഓൾ ഫേസസ്, സെറ്റ് ഓഫ് ഓൾ വെർട്ടിസസിനെ ക്യാപിറ്റൽ V എന്നൊക്കെ ഡിനോട്ട് ചെയ്തില്ല, അതുപോലെ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ലെറ്റ് ബി ഈക്വൽ ടു സം ഓഫ് ഓൾ ഡിഗ്രി ഓഫ് ഫേസസ്. എല്ലാ ഫേസിന്റെയും ഡിഗ്രി സം എടുക്കുവാണ് ഞാൻ. ഓക്കെ, ഡിഗ്രി സം എടുക്കുവാണ്. അതിന് ഡിഗ്രി സം എടുക്കുമ്പം അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 into F എന്ന് പറഞ്ഞൂടെ, വേർ F ഈസ് ദ നമ്പർ ഓഫ് ഫേസസ് അല്ലേ? ഓരോ ഫേസിന്റെയും ഡിഗ്രി കുറഞ്ഞത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഫേസ് ഉണ്ടെങ്കിൽ കുറഞ്ഞത് എത്ര ഡിഗ്രി വരും? 4 into 10 വരില്ലേ? അതുപോലെ F ഫേസസ് ആ ഉള്ളതെങ്കിൽ ഡിഗ്രി സം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 4 into F വരും അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓൾറെഡി നമുക്കറിയാം ഈ ഡിഗ്രി സം ഈക്വൽ ടു 2E ആണെന്നറിയാം അല്ലെ? ഓൾസോ 2E ഈക്വൽ ടു ഇത് നമ്മൾ എവിടെയാ പഠിച്ചതെന്നറിയാവോ? ഇത് നമ്മൾ പഠിച്ചത് പ്ലാനർ ഗ്രാഫിന്റെ തുടക്കത്തിൽ ഒരു റിസൾട്ട് പഠിച്ചായിരുന്നു. ഡിഗ്രി സം, ഫേസുകളുടെ ഡിഗ്രി സം എടുക്കുമ്പോൾ അത് ഈക്വൽ ടു 2E ആണെന്ന്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4F. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും 2E
greater than or equal to 4f or E greater than or equal to 2f എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ മാറ്റി എഴുതുവാണെങ്കിൽ this will imply f less than or equal to E by 2 f less than or equal to E by 2 എന്ന് കിട്ടില്ലേ, E by 2. പക്ഷെ K33 എത്ര എഡ്ജസ് ഉണ്ട്? 3 into 3 9 എഡ്ജസ് അല്ലേ ഉള്ളത് അല്ലേ? 3 into 3 9 എഡ്ജസ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 3 into 3 9 by 2. 9 by 2 എത്ര? 4.5 സംതിങ് ആണ്. അപ്പോൾ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4.5 ആണ്. നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡെസിമൽ നമ്പേഴ്സ് വരില്ല, അതായത് പോയിന്റ് ഉള്ള നമ്പേഴ്സ് വരില്ല, ഒരു ഹോൾ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെന്ന് പറയാം. ഓക്കെ, പക്ഷേ ഓയിലേഴ്സ് തിയറം ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓയിലേഴ്സ് തിയറം വെച്ച് ഇതൊരു പ്ലാനോഗ്രാഫിന്റെയും ഓയിലേഴ്സ് ഫോർമുല എന്താണ് പറയുന്നത്? n മൈനസ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു 2 ആണെന്ന് പറയാം. ഇതിൽ നിന്നും എഫ് കാണാനുള്ള ഫോർമുല എന്താ? 2 മൈനസ് എൻ പ്ലസ് ഇ അല്ലേ? ദാറ്റ് ഈസ് 2. K33യുടെ നമ്പർ ഓഫ് വെർട്ടിസസ് എത്രയാണ്? 3 + 3 6 ആണ്. പ്ലസ് നമ്പർ ഓഫ് എഡ്ജസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 9 ആണെന്ന്. 2 മൈനസ് 6 പ്ലസ് 9 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 5 ആണ്. പക്ഷെ ഇതാ നോക്കിക്കേ, ഇപ്പം നമുക്ക് കിട്ടിയ കുറച്ച് മുമ്പേ നമുക്ക് കിട്ടിയത് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4ഉം ഇപ്പം നമുക്ക് കിട്ടിയത് എഫ് ഈക്വൽ ടു 5ഉം എന്നാണ് കിട്ടിയത്. സോ ഇപ്പം നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ഈ കോൺട്രഡിക്ഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ്? K33 പ്ലാനാർ ആണെന്ന് അസ്യൂം ചെയ്തത് കൊണ്ടാണ്. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, താങ്ക് യു.